അമേരിക്ക ഇറാൻ യുദ്ധത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുവൈറ്റിൽ, ഖത്തറിൽ, UAE ഈ 3 സ്ഥലത്തും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് 10-ാം തീയതി മെയ് 10-നാണ് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ 3 സ്ഥലങ്ങൾ മാപ്പിൽ കാണിക്കുന്നത് ഒന്ന് എർബിൽ ആൻഡ് സുലൈമാനിയ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് 4 പ്രാവശ്യമായിട്ടാണ് ആക്രമണം ഉണ്ടായത്. 4 ഡ്രോണുകളുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. UAE 2 സ്ഥലങ്ങളിലായിട്ട് 2 പ്രാവശ്യങ്ങളായിട്ടാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഖത്തർ ആൻഡ് കുവൈറ്റിലെ വാട്ടർ ഏരിയയിൽ, അതായത് എന്താ പറയുക, കടൽ ഭാഗങ്ങളിലായിട്ട് 3 പ്രാവശ്യങ്ങളായിട്ട് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് വരുന്നുണ്ട്. അതിൽ ചില ഡ്രോണുകളൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, ചില ഡ്രോണുകൾ നേരിട്ട് സ്ഥലങ്ങളിൽ പതിച്ചിട്ടുണ്ട്, അതായത് അമേരിക്കൻ ബേസുകളിലോട്ട് പതിച്ചിട്ടുണ്ട് എന്നുള്ള ലേറ്റസ്റ്റ് ന്യൂസ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു മേജർ ഫയർ ഉണ്ടായിട്ടുണ്ട് ദുബായ് ക്രീക്കിലുള്ള ഒരു ഷിപ്പ്. ഏകദേശം മൊത്തത്തിൽ തന്നെ കത്തി നശിച്ചതായിട്ടുള്ള ചില ഫോട്ടോസ് പുറത്തു വന്നിട്ടുണ്ട്. അത് ഇറാൻ്റെ ആക്രമണം കൊണ്ടല്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു ഫയർ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിനിപ്പോൾ ആക്രമണമാണോ അതല്ലാത്ത വേറെ എന്തെങ്കിലും ആണോ നമുക്കറിയില്ല. വന്ന ന്യൂസ് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് ഇതാണ്. ഇനിയും കുറച്ചുകൂടെ അപ്ഡേറ്റുകൾ പറയണ്ട. അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പ് ഞാൻ കാര്യം പറയട്ടെ. നമ്മളൊരു ന്യൂസ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഏത് രീതിയിലാണ് ഇസ്രായേലിനെ UAE സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പച്ചക്ക് എല്ലാവർക്കും അറിയാം, പണ്ടും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിനെ നല്ല രീതിയിൽ UAE സപ്പോർട്ട് ചെയ്യാറുണ്ട്, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഗസയിൽ ഇസ്രായേൽ കാണിക്കുന്നത് കണ്ടില്ലേ, അതൊക്കെ പറഞ്ഞ് നമ്മൾ ഇസ്രായേലിൽ വല്ല ഒക്കെ പറയും. അത് ഇത്രയും കാലം ഇത് പറയാം, UAE ഇരുന്നുകൊണ്ട് പറയാൻ ഭയങ്കര രസമാണ്. നമ്മളിപ്പം പ്രവാസികളാണെങ്കിലൊക്കെ അവിടെ ചെന്ന് വലിയ ഡയലോഗ് നമ്മൾ പറയും. ഇപ്പം നോക്കൂ നിങ്ങൾ, ഗസനെ UAE അല്ല ഇസ്രായേൽ എന്താ കാണിക്കുന്നതൊക്കെ പറയും. പക്ഷെ അതേ സ്ഥാനത്ത് ഇപ്പം ഇറാൻ യുദ്ധം വന്ന സമയത്തെ ഇറാൻ അടിക്കാൻ വേണ്ടിയിട്ട് UAE ഇങ്ങനെ തുറന്നിട്ട് കൊടുത്തുകയാണോ അവരുടെ എല്ലാം. അപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ അവിടെ എല്ലാ പരിപാടികളും വെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഇസ്രായേലിനെ കുറ്റം പറയുമ്പം UAE ആളുകൾക്ക് അത് പറ്റുന്നില്ല. ഓക്കെ, അവർക്ക് അന്നം തരുന്ന രാജ്യമാണ്, ഞാനും കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു, നമുക്കൊക്കെ നമ്മൾ ജോലി ചെയ്തതിന് കൂലി കിട്ടിയ രാജ്യമാണത്. അതല്ലാത്ത വേറെ കൂലിയൊന്നും അവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ജോലി ചെയ്തതിന് കൂലി കിട്ടിയ രാജ്യമാണ്. ഇപ്പം അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളും കാര്യങ്ങളും ഉണ്ട്, അവർക്ക് അപ്പോൾ അതിനുള്ള കൂലി കിട്ടുന്നുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് UAE അങ്ങോട്ട് ഇസ്രായേലിനെ പറയുമ്പം ഇപ്പോൾ ഫാദർലാൻഡായി തോന്നുന്നുണ്ട്. കാരണം പൈസ കിട്ടുന്നത് UAE കിട്ടുമ്പോൾ UAE ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പം അത് സംഖ്യകളുടെ മാത്രമല്ല നമ്മുടെ ഒരു ഫാദർലാൻഡാന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് കുരുപൊട്ടുന്നുണ്ട്. ഗസയിൽ യുദ്ധമിട്ടപ്പോൾ ഇസ്രായേൽ എന്തോന്നായിരുന്നു, പക്ഷേ UAE ഇസ്രായേലിൻ്റെ കൂടി ഇറാൻ യുദ്ധമിടുമ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർലാൻഡായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരും അല്ല പറഞ്ഞാൽ, അതിൽ ചില ആൾക്കാർ അതിന് എൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് ഫേസ്ബുക്കിൽ ഇന്നലെ ഒരാൾ, കുറേ പേര് ഉണ്ട്, ഞാൻ ശ്രദ്ധിക്കാറില്ല, പക്ഷേ ഇങ്ങനെ ഒരാൾ ഒരു കമൻറ്റ് ഇട്ടപ്പം ഞാൻ ആ കമൻറ്റ് നോട്ട് ചെയ്തു. ഞാൻ കമൻറ്റ് പകുതി ഹൈഡ് ചെയ്തിട്ട്, അത്ര വലിയ തെറിയാണ് നമ്മുടെ മാതാപിതാക്കളെ പറ്റി. ഷംസ് പുതിയ വീട്ടിൽ, അബുദാബിയാണെന്ന് തോന്നുന്നത്, ഷംസ് പുതിയ വീട്ടിൽ അറിയുന്ന ആളുകളുണ്ടാകും. കാരണം അയാളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ എനിക്കറിയുന്ന കുറേ പേര് കൂടുതലുള്ള ഫോട്ടോസൊക്കെ ഞാൻ അതിൽ കണ്ടു. പേര് ഞാൻ പറയുന്നില്ലായിരുന്നാണ്. ഇയാളുടെ പേര് ഷംസ് പുതിയ വീട്ടിൽ നിന്നാണ്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ, നിൻ്റെ ഉമ്മ എന്നും പറഞ്ഞിട്ട് പച്ചത്തെറിയാണ്. ഇവനാണ് ആ ഫോട്ടോ. എൻ്റെ പ്രൊഫൈലിൽ വന്ന് പെട്ടതുകൊണ്ട് പോയിട്ട് ഇവനെ കാണിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലേ. ഇവൻ്റെ ഫോട്ടോസും ഇവൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോൻ്റെ പ്രൊഫൈലിലെ കമൻറ്റിൽ വന്നിട്ടാണ് ഇവൻ താഴത്തിട്ടത്. അത്രയും വലിയൊരു പരത്തെറി. അപ്പം ഇവനവിടെ വലിയ ബുക്കൊക്കെ എഴുതുന്ന പറയുന്നത് ചരിത്രം ഈ മണ്ണിലൂടെ, ഷംസുദ്ദീൻ പുതിയ വീട്ടിൽ, ഇതെല്ലാം വലിയ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. വെളിയങ്കോടുകാരനാണെന്ന് തോന്നുന്നുണ്ട്. ഏതാണെങ്കിലും ഇതാണ് അവൻ്റെ ഫോട്ടോ. നല്ല ഒന്നാം തരം തേർഡ് റേറ്റ് ചെറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവനെ പറയാം. അവൻ വിളിച്ച പോലത്തെ തെറി അവൻ്റെ ഉമ്മാനെ വാപ്പനെ ഞാൻ വിളിക്കുന്നില്ല. കാരണം ആ ഉമ്മനെയും വാപ്പനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനാണ് നല്ല ഒന്നാം തരം ആ പറഞ്ഞ മോൻ, ഇവനാണ്. ഇവൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ, ഇതാണ് ആൾ. അപ്പം ഇതുപോലെ കുറേ പേര് ഇത്രയും കാലം ഇവനൊക്കെ ഗസക്ക് വേണ്ടി കരഞ്ഞ ആളുകളാണ്. അല്ലെങ്കിൽ ഗസയിൽ നടക്കുന്നത് ഇസ്രായേൽ അത് ചെയ്യുന്നു. നേരെ തിരിച്ച് ഇസ്രായേൽ UAEയുടെ കൂടി ഇറാനിൽ ബോംബിടുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ പച്ചത്തറി വിളിക്കുന്ന ഒന്നാം നമ്പർ ആ പറഞ്ഞവൻ തന്നെ. അങ്ങനെ കുറേ പേരുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചു എന്നുള്ളൂ. ഇതേപോലെ ചില മഹാന്മാരെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ നമുക്ക് പറയാം. അവൻ നീ നിൻ്റെ UAEനെ സപ്പോർട്ട് ചെയ്തോ, നീ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കുഴപ്പമില്ല. പക്ഷേ ഇസ്രായേൽ നമ്മൾ പറയുമ്പോഴേക്കും UAE കൂടിയിട്ടാണ് UAEയും കൂടെ അതിൽ സപ്പോർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ നിൻ്റെ കുളത്തിൽ നിനക്ക് കൊള്ളുന്നുണ്ടെങ്കിലേ, നിൻ്റെ വീട്ടിൽ നിൻ്റെ പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ തീർക്കണം ആ കടി. ഇവിടെ വന്ന് കടിച്ചാലുണ്ടല്ലോ, നിൻ്റെ അപ്പുറത്തെ വീഡിയോ ഞാൻ ചെയ്യും കേട്ടല്ലോ. നിൻ്റെ സകല A to Z ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് ചെയ്യും. നീ അബുദാബിയും ദുബായും ഒക്കെ ആണെങ്കിൽ അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള ഇറാൻ്റെ എന്താ പറയുക ആക്രമണങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മളുള്ള 4 സ്ഥലത്ത്, അതായത് UAEയിൽ 2 സ്ഥലങ്ങളിലോട്ട് ഇതുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല കുവൈറ്റിൽ, ഖത്തറിൽ, ഈ 3 സ്ഥലങ്ങളിലെ പോർട്ടുകളിലും മറ്റ് സ്ഥലങ്ങളിലോട്ടാണ് ഇന്നത്തെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് അമേരിക്കക്ക് ഇറാൻ്റെ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സന്ധി സംഭാഷണത്തിൻ്റെ അവസാന ഡ്രാഫ്റ്റ് ഇറാൻ ഇന്ന് അമേരിക്ക കൈമാറിയിട്ടുണ്ട്. ആ കൈമാറിയിട്ടുള്ളത് പാകിസ്ഥാൻ ത്രൂ, ഇസ്ലാമാബാദ് ത്രൂ ആണ് അത് കൈമാറിയിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡുകൾ,
അതായത് ഇറാൻ ഒന്നും കൂടെ ഒരു പടി മുന്നോട്ട് കയറി ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അതാണ് ഏറ്റവും വലിയ രസം. ഇത്രയും കാലം അമേരിക്ക പറഞ്ഞതിൽ ഇറാൻ വെച്ച ഡിമാൻഡുകൾ 10 ഡിമാൻഡുകൾ നമുക്കറിയാം. ഇതിപ്പോൾ അതിലോട്ട് 1-2 എക്സ്ട്രായും കൂടെ കൂടി. അതായത് യുദ്ധം തീർന്നില്ലെങ്കിലും വേണ്ടില്ല, അമേരിക്ക സമ്മതിച്ചാലില്ലെങ്കിലും വേണ്ടില്ല, അതിലോട്ട് 2 എക്സ്ട്രാ അഡീഷണൽ പോയിന്റ് അവർ ആഡ് ചെയ്തു. അതാണ് ഞാൻ വായിക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ 4 പ്രധാനപ്പെട്ട 4 മാറ്റങ്ങൾ. ഗസ, വെസ്റ്റ് ബാങ്ക്. ഇത്രയും കാലം എവിടെയായിരുന്നു? ഇറാനിലോട്ടുള്ള യുദ്ധം നിർത്തണം, ലെബനോനിലോട്ടുള്ള യുദ്ധം നിർത്തണം. ഈ 2 യുദ്ധങ്ങൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം എന്നായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അടുത്തൊരു പോയിന്റും കൂടി ഇറാൻ ആഡ് ചെയ്തു. അതായത് ഗസ, വെസ്റ്റ് ബാങ്ക്. ഈ 2 സ്ഥലങ്ങളിലോട്ട് ഇസ്രായേൽ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരങ്ങൾ നിർത്തിക്കൊള്ളണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി വെടിനിർത്തലിനുള്ളൂ. അതായത് വെടിനിർത്തൽ കരാർ കേവലം ഇറാൻ അമേരിക്ക വിഷയങ്ങളിൽ ഒതുക്കുന്ന ഒരു പരിപാടിക്ക് ഞങ്ങൾ ഇനിയില്ല. പലസ്തീനിലെ ഗസ, വെസ്റ്റ് ബാങ്ക് മേഖലകളും കൂടെ ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട്, വെടിനിർത്തലല്ല എന്നേക്കുമായിട്ട് അങ്ങോട്ടുള്ള യുദ്ധം നിർത്തണം എന്നുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഷംസുദ്ദീൻ എന്ത് വലിയ വീട്ടിലോ അമ്മാതിരി മൈക്കുണപ്പന്മാരൊക്കെ ഇങ്ങനെ വലിയ കമൻറ്റുകളും ഡയലോഗുകളും ഇടും. അല്ലെങ്കിൽ നമുക്ക് ആർക്കൊന്നും വേണ്ടി നമുക്ക് വീഡിയോസ് ചെയ്യാനും കുറേ ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും നമുക്ക് പറ്റുള്ളൂ. പക്ഷേ അവർക്ക് വേണ്ടി, ഗസക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പലസ്തീന് വേണ്ടിയിട്ടും ഞങ്ങൾ യുദ്ധം ചെയ്യും. അതായത് ഇറാൻ യുദ്ധം ചെയ്യും. ഇറാനിലോട്ട് എത്ര ബോംബ് വീണാലും ഞങ്ങൾ യുദ്ധം എത്ര മുന്നോട്ട് പോലും കുഴപ്പമില്ല. ഈ ഒരു വെടിനിർത്തൽ യുദ്ധം നിർത്തുന്നുണ്ടെങ്കിൽ അതിലോട്ട് ഗസനെയും വെസ്റ്റ് ബാങ്കിനെയും ആഡ് ചെയ്യും. അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അമേരിക്ക ഇസ്രായേൽ സമ്മതിച്ചു തരാൻ പോകുന്ന കാര്യമല്ല. പക്ഷേ എങ്കിലും വെടിനിർത്തലിൻ്റെ കരാറിലൂടെ അത് ആഡ് ചെയ്തു. രണ്ടാമത്തത്, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരാൾക്കും ഞങ്ങൾ കൈമാറാൻ പോകുന്നില്ല. ഒരാൾക്കും ഞങ്ങൾ കൈമാറില്ല. ഇറാൻ സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ മറ്റൊരു രാജ്യത്തോട്ട് മാറ്റാൻ, ഈവൻ റഷ്യ പോലും മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തേതായിട്ട് നാവിക ഉപരോധങ്ങൾ നീക്കണം. അത് നമ്മൾ എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ആദ്യത്തെ പ്രധാനമായിട്ടുള്ള നടപടിയായിട്ട് ഇറാനിലോട്ടും ഈ പറഞ്ഞ ലെബനോനിലോട്ടും ഗസയിലോട്ടും പല സ്ഥലങ്ങളിലൊക്കെയുള്ള നാവിക ഉപരോധങ്ങളും ബാക്കി ഉപരോധങ്ങളും ഒക്കെ എടുത്തു നീക്കാം. എന്നിട്ട് ഞങ്ങൾ ഒരു പരമോന്നത അധികാരമുള്ള രാജ്യമായിട്ട് ഞങ്ങൾ 40 വർഷമായിട്ടുള്ള ഇതങ്ങ് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകുക. ഇതാണ് പിന്നെ പറഞ്ഞത്. മറ്റ് ചർച്ചകളിൽ, അതായത് എല്ലാ മേഖലകളിലും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് വരെ മറ്റ് വിഷയങ്ങൾ, പ്രത്യേകിച്ച് മിസൈൽ പ്രോഗ്രാം, ഏറ്റവും പേടി ആർക്കായിരുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും പേടിയുള്ള സംഭവം മിസൈൽ പ്രോഗ്രാം, അതല്ലെങ്കിൽ പ്രാദേശിക സ്വാധീനം പോലെയുള്ള ഹെസ്ബുള്ള, ഹൂത്തീസ് ഇവരൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ റജീം ചേഞ്ചിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പരിപാടികളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇങ്ങനെ പ്രാദേശിക കാര്യങ്ങൾ സ്വാധീനിക്കാനുള്ള പരിപാടികൾക്കൊന്നും ഞങ്ങൾ ഏതായാലും ചർച്ചയ്ക്കില്ല. ആദ്യം ഞങ്ങൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനമാക്കി തരാം. ഇത് തീരുമാനമാക്കിയിട്ട് നമുക്ക് ബാക്കി ചിന്തിക്കാം. വളരെ വ്യക്തമാണ്. ഇറാൻ പുതിയ നിർദ്ദേശങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അമേരിക്കയുടെ സൈഡിൽ നിന്ന് അതിനുള്ളൊരു റിപ്ലൈ ആണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇറാൻ്റെ സായുധ സേന 100% യുദ്ധസജ്ജരായിട്ട് നിൽക്കുന്നുണ്ട്. ജനറൽ സ്റ്റാഫ് റിപ്പോർട്ടിംഗ് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് മേഖലയിലെ നയതന്ത്ര പ്രധാനമായിട്ടുള്ള വലിയൊരു വഴിത്തിരിവിന് കാരണമാണ്. മുൻപ് ഇസ്രായേൽ അവകാശപ്പെട്ട പോലെ പൂർണ്ണ ഏകോപനം അമേരിക്കയുമായിട്ട് ഇപ്പോൾ ഒരു നിലക്കും നിലനിൽക്കുന്നില്ല എന്നുള്ള സൂചന കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഈ സമയത്ത് ഹൻസല ഗ്രൂപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് വരാം. ഹൻസല ഗ്രൂപ്പ് ഇപ്പോൾ ഇന്ന് 60ന്റെ മേലെ ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അവരുടെ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ എടുത്ത് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇസ്രായേലും ഇപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലോട്ട് സമ്മതിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആളുകൾ അവരെ അടിച്ചു തീർക്കും എന്നുള്ള സംഭവമാണ്. ആ ഒരു ന്യൂസിലോട്ട് നമുക്ക് വരാം. ഇസ്രായേലിൻ്റെ എലൈറ്റ് ഫോഴ്സിലുള്ള 60 ഉന്നത ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസ് ആണ് ഹൻസല ഗ്രൂപ്പ്, അതായത് ഇറാൻ്റെ ഹാക്കിംഗ് ഗ്രൂപ്പാണ് ഇപ്പോൾ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഞായറാഴ്ചയാണ് ഇന്നാണ് ഈ പ്രസ്താവനകളൊക്കെ, അതായത് മെയ് 10-ാം തീയതിയാണ് ഈ സംഭവം പുറത്തോട്ട് വരുന്നത്. ഹിബ്രു ഭാഷയിലെ വാൾനട്ട് എന്ന അർത്ഥം വരുന്ന എഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ്, അവരുടെ പറഞ്ഞ യൂണിറ്റ് 60 പേരുടെ യൂണിറ്റാണ് എഗോസ്. തങ്ങൾ തോൽപ്പിക്കാൻ കഴിയാത്തവരാണെന്ന് കാണിക്കാൻ കാലങ്ങളായിട്ട് ഈ കടുപ്പമേറിയ പേരിൽ നിന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു ഇവരെന്നും, എന്നാൽ ഇന്ന് ഈ പൊള്ളയായിട്ടുള്ള ഈ പറഞ്ഞ ഹിബ്രു ഭാഷയിലുള്ള എഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രൂപ്പിൻ്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണെന്നും, ഒരു പക്ഷേ ഇവർ ഗറില്ല യുദ്ധ മുറകൾ ഉപേക്ഷിച്ച് മരങ്ങളിൽ നിന്നും വാൾനട്ട് പറിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമായിരിക്കുന്നു എന്നും കൂടെ എന്താ പറയുക ഈ ഒരു മെസ്സേജ് ആയിട്ട് അവർ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അപ്പം മൊത്തം ഈ യൂണിറ്റിൽ 644, അതായത് യൂണിറ്റ് 644 ആണ് ഈ യൂണിറ്റിൻ്റെ ഗോസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ IDFന്റെ കീഴിലുള്ള ഒരു എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റാണ് ഇവർ. ഗറില്ല യുദ്ധ പോരാട്ടത്തിലും പ്രത്യേക സൈനിക നീക്കങ്ങൾക്കും ഇവർ വിദഗ്ധരാണെന്ന് കാണപ്പെടുന്നുണ്ട്. അതായത് ഒളിഞ്ഞിരുന്നിട്ട് ഗറില്ല യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പം ഈ ഹൻസല ഗ്രൂപ്പ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഒരു വലിയൊരു സൈബർ ആക്രമണം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. ഈ ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങളും ഐഡന്റിറ്റിയും പുറത്തു വിടുന്നതിലൂടെ ഇസ്രായേൽ സേനയുടെ സുരക്ഷാ കവചത്തിൻ്റെ വിള്ളൽ ഉണ്ടാക്കും എന്നാണ് ഇപ്പം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ചെറിയൊരു കാര്യമല്ല, ഇപ്പം ഇറാൻ്റെ സൈഡിൽ നിന്ന് എല്ലാ രീതിയിലും നയതന്ത്രപരമായിട്ട് ഹോർമോസ് ത്രൂ, യുദ്ധം ആയുധപരമായിട്ട് മൊത്തത്തിൽ, പിന്നെ സൈബർ പരമായിട്ട് ഇങ്ങനെ
പിന്നെ ഫ്ലൈറ്റ് ട്രാക്കിംഗ് സ്പൂഫിംഗ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റുകളെ വരെ കടലിൽ അടിച്ചിടുന്ന അവസ്ഥയിലോട്ട് ഇറാൻ എല്ലാ രീതിയിലും ഇറാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ട്രംപ് വല്ല ആറ്റം ബോംബ് ഇവിടെ കൊണ്ടിട്ട് തീർത്തെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഇറാനെ എല്ലാത്തൊരു ലെവലിൽ തീർക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ കുറേ വാർത്തകളിൽ നിന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഹെസ്ബുള്ള പുറത്തോട്ട് വിട്ടിട്ടുള്ള ഒരു ഫുട്ടേജാണ്. ഭയങ്കര രസമാണ് ഈ ഫുട്ടേജ്. അതായത് ഇസ്രായേലി സേന നിൽക്കുന്ന താവളം, അതായത് ഇസ്രായേലി സേനയുടെ 2 അയൺ ഡോം സിസ്റ്റം, ഇസ്രായേലി സേനയുടെ 2 അയൺ ഡോം സിസ്റ്റം ഉള്ള സ്ഥലത്ത് ബാറ്ററിയുടെ, അതായത് കാണുകയാണ് ഇതിലിങ്ങനെ വിത്ത് വീഡിയോ ഇങ്ങനെ പോകുന്നത് മനസ്സിലാവുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകുന്നു. ഇതല്ല കേട്ടോ, ഗെയിം അല്ല കേട്ടോ, ഒറിജിനൽ ഫുട്ടേജ് പുറത്തോട്ട് റിലീസ് ചെയ്ത ഫുട്ടേജാണ്. കറക്റ്റ് അത് കാണിക്കുന്നു. ആദ്യത്തെ 2 ഡ്രോണുകൾ അങ്ങോട്ട് പോയി, ആദ്യത്തെ പോയ ഡ്രോൺ നേരെ പോയിട്ട് അയൺ ഡോം സിസ്റ്റത്തിൻ്റെ ബാറ്ററി തകർത്ത്, ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല ആ അവസ്ഥയിലായിരുന്നു. മറ്റ് ഡ്രോൺ അപ്പുറത്ത് പോയിട്ട് അവിടെ 9 പേരടങ്ങുന്ന സൈനികരുണ്ട്, അവരുടെ ഇടയിൽ പോയിട്ട് പൊട്ടുന്നു. ഈ 2 വീഡിയോ അവർ പുറത്തോട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഹിസ്ബുൾ ഏത് രീതിയിലാണ് ആക്രമിക്കുക നിങ്ങൾക്ക് മനസ്സിലായോ? ഇസ്രായേൽ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ ഇസ്രായേൽ നിങ്ങളുണ്ടോ, ഹിസ്ബുൾ ആക്രമിക്കുന്നത് മൊത്തം ഇസ്രായേലിൻ്റെ ടാങ്കുകളെയും ഇസ്രായേലിൻ്റെ പട്ടാളക്കാരെയും, അല്ലെങ്കിൽ ഇസ്രായേൽ ഇത്തരത്തിലുള്ള അയൺ ഡോം സിസ്റ്റം എങ്ങനെയാണ്. നേരെ തിരിച്ച് ഇസ്രായേൽ എങ്ങനെ ആക്രമിക്കുന്നത്, ലെബനോനിലെ സാധാരണ ആളുകൾ ജീവിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ആളുകളെ കൊന്നൊടുക്കുക. എന്താണോ ഗസയിൽ ചെയ്യുന്നത്, ഹമാസിനെ പിടിക്കാനെന്ന് പറഞ്ഞിട്ട് ഗസ കംപ്ലീറ്റ് തീർക്കുക. ഹമാസിന് ഇതുവരെ എവിടെയെന്ന് പോലും പൊടി പോലും കിട്ടിയിട്ടില്ല. നേരെ പരിപാടി തന്നെയാണ് ഇപ്പം ലെബനോനിൽ നടക്കുന്നത്. എന്നിട്ടാണ് ഇവന്മാർക്ക് താവളം ഒരുക്കി കൊടുത്തിട്ടുള്ള UAE പറ്റിയൊക്കെ നമ്മൾ വീഡിയോയിൽ ഇടുമ്പം UAE ഒക്കെ നമ്മൾ സംഖ്യകൾ മറ്റേ ഈ ജൂതൻ്റെ ആസനം നക്കുന്നു പറഞ്ഞ പോലെ UAE അറബികളുടെ ആസനം നക്കുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള കുറേ ചെറ്റകൾ നമുക്ക് വന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അത്ര അങ്ങോട്ട് വിധേയത്തുണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നാൽ മതി. അവൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. പക്ഷെ നമ്മുടെ മേലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഷംസുദ്ദീൻ വലിയ വീട്ടിലാണെങ്കിലും വേണ്ടില്ല, അവൻ്റെ തന്ത ആണെങ്കിലും വേണ്ടില്ല, നമ്മൾ തിരിച്ചും പറയും. അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇത്തരം അപ്ഡേറ്റുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി അത് മാത്രമല്ല, 2 ഇസ്രായേലി സോൾജേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അവരുടെ ബേസിൽ തന്നെ തോക്കുകളും മറ്റ് ഉപകരണങ്ങളും കട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിടിച്ചിട്ടുണ്ട്. ഇത് ആർക്ക് മറച്ചു വെക്കാനാണെന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ന്യൂസ് കണ്ടിട്ടുള്ളത്, ഇറാൻ 2 എത്ര പേരായിരുന്നു പിടിച്ചിരുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് മൊസാദ് ഏജൻസിനെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് ഒരു കംപ്ലീറ്റ് മൊസാദ് ഗ്രൂപ്പിൻ്റെ 2 ഗ്രൂപ്പ് ബേസുകളെ പിടിച്ചിട്ടുണ്ട്. മൊസാദിന് വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും ചെയ്തു കൊടുക്കുന്ന 2 പേർ. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആയുധങ്ങളും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വയർലെസ് സിസ്റ്റങ്ങളൊക്കെ ഇറാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ അങ്ങനെ വെച്ചിട്ട് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യുദ്ധത്തിൻ്റെ ഭാഗങ്ങളായി നടക്കുന്നത്. ഇനി അമേരിക്ക ഏത് രീതിയിലാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പുതിയ നിബന്ധനകൾ ഏത് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ യുദ്ധം ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം. ബൈ.